റഷീദ്, താങ്കൾ എങ്ങനെയാണ് ഈ പ്രതിപക്ഷ നേതാവിന്റെ അഭിപ്രായത്തെ വിലയിരുത്തുന്നത്? പ്രതിപക്ഷ നേതാവിന്റെ വിലയിരുത്തേണ്ട കാര്യത്തിൽ അദ്ദേഹം വളരെ വ്യക്തമായും ശക്തമായും അത് പറഞ്ഞിട്ടുണ്ട്. മാധ്യമങ്ങളിലൊക്കെ അത് പ്രക്ഷേപണം ചെയ്തിട്ടുണ്ട്. ആളുകൾക്കൊക്കെ അത് മനസ്സിലായിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പണിമുടക്കുണ്ടല്ലോ, ഫെബ്രുവരി 12-ന് ദേശീയ പണിമുടക്കാണെന്ന് നേരത്തെ പ്രഖ്യാപിച്ചതാണ്. BJP ഒഴികെയുള്ള തൊഴിലാളി സംഘടനകൾ, എല്ലാ ട്രേഡ് യൂണിയൻ സംഘടനകളും ഈ ഒരു പണിമുടക്ക് പ്രഖ്യാപിച്ചതാണ്. കാരണം ജനാധിപത്യത്തിലെ നമ്മുടെ അവകാശങ്ങൾ ഹനിക്കുകയും അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുക എന്നത് അത് ജനാധിപത്യത്തിന്റെ ഒരു സന്തോഷകരമായ അവസ്ഥയാണ്. കാരണം നമ്മൾക്കറിയാം, ഈ കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്നാണല്ലോ പറയാറുള്ളത്. അതേപോലെ തന്നെ ഇവർ പറയുന്ന തൊഴിലാളികളുടേതായാലും കർഷക തൊഴിലാളികളുടെ ആയാലും ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സമരമാണ് നടത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് കേരളത്തിൽ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുമ്പോൾ അവരുടെ ന്യായമായ ഇത്തരം അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള സമരമുറകളാകുമ്പോൾ ജനങ്ങളൊക്കെ ചേർന്ന് നിൽക്കുന്നുണ്ട്. അത് രാഷ്ട്രീയം മറന്നുകൊണ്ട് കേരളത്തിൽ എന്തുകൊണ്ട് അത് വിജയിക്കുന്ന വെച്ചാൽ, രാഷ്ട്രീയം മറന്നുകൊണ്ട് അവിടെ മറ്റേ BJP എന്നൊന്നുമില്ല, എല്ലാവരും അതോട് ചേർന്ന് നിന്നപ്പോൾ അത് പണിമുടക്ക് അത് ഒരു ബന്ധായി മാറുന്ന ഒരു സാഹചര്യം വന്നു ചേർന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളൊന്ന് ഇന്ന് പുറത്തു പോകാത്തത് എന്തുകൊണ്ടാണ്? അവരുടെ അവകാശങ്ങൾ ന്യായമാണ് എന്ന് തോന്നുന്നു. നമുക്ക് എന്തെല്ലാം പരിപാടികൾ, എന്തെല്ലാം സംഗതികൾ ചെയ്തു തീർക്കാനുണ്ട്, അതൊക്കെ നമ്മൾ നാളത്തേക്ക് മാറ്റി വെച്ചുകൊണ്ട് ഇന്ന് ആ സമരത്തിനോട് അനുഭവം പ്രകടിപ്പിക്കണം. അങ്ങനെയാണ് 95% ആളുകളും ഈ സമരത്തോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്നത്. കാരണം ന്യായമാണ്. കാരണം ഭരണകൂടം ഈ തൊഴിലാളികളോടും കർഷകരോടും ചെയ്യുന്ന അനീതിക്കെതിരെ അവരുടെ ന്യായമായ അവകാശങ്ങൾക്ക് പുറത്തിരിഞ്ഞു നിൽക്കുമ്പോൾ ഈ ഭരണാധികാരികളുടെ കണ്ണ് തുറപ്പിക്കാൻ ഇത്തരം സമരമുറകൾ ഉണ്ടായേ മതിയാവും. അതുകൊണ്ടാണ് നമ്മൾ അതിനെ അനുകൂലിക്കുന്നത്. ശരി, ശ്രീ റഷീദാണ് പ്രതികരിച്ചത്. ശ്രീ പ്രമോദാണ് കോഴിക്കോട് നിന്ന്. ശ്രീ പ്രമോദ്, താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഈ തൊഴിലെടുക്കുക എന്നതുപോലെ തന്നെ പണിയെടുക്കുക എന്നതുപോലെ പണിമുടക്കുക എന്നതും തൊഴിലാളിയുടെ അവകാശം തന്നെയാണ്. പക്ഷേ അത്തരം പണിമുടക്കുകൾ നടത്തുമ്പോൾ അതിനെ ബന്ധായി ഹർത്താലാക്കി മാറ്റുന്നതിനോട് താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? നമസ്കാരം സാറേ, ഞാനിവിടെ കോഴിക്കോട് കടലുണ്ടിയിൽ നിന്നാണ്. കടലുണ്ടി നമ്മുടെ ബോട്ടിംഗ് തൊഴിലാളിയാണ്. നമ്മളെ സുനിത വില്യംസ് ഒക്കെ എത്തിയിരുന്നില്ലേ കടലുണ്ടി? അറിയാം. അവിടെ ബോട്ടിംഗ് തൊഴിലാളിയാണ്. ഇന്ന് അവിടെ പണി മുടക്കും. പക്ഷെ അതിപ്പോ മുൻപ് സുഹൃത്ത് പറഞ്ഞ പോലെ എല്ലാവർക്കും താല്പര്യം ഉണ്ടായിട്ടല്ല. നമ്മുടെ സുഹൃത്തുക്കൾ അതിന്റെ ഭാഗമാകുമ്പോൾ നിവൃത്തിയില്ലാതെ വീട്ടിലിരിക്കുകയാണ്. എന്റെ ഒരു ദിവസത്തെ വേതനം പോയെന്ന് മാത്രം. അല്ലാതെ ഈ സമരം കൊണ്ട് പ്രത്യേകിച്ചും മുടക്ക് എന്ന് പറഞ്ഞിട്ട് ബന്ധായി മാറുന്ന അവസ്ഥ എന്താ ഗുണമെന്ന് മനസ്സിലാവുന്നില്ല. സാധാരണക്കാരന്റെ ഒരു ദിവസത്തെ വേതനം നഷ്ടപ്പെട്ട് മറ്റു അധികാരികളുടെ കണ്ണ് തുറപ്പിക്കാനാണെങ്കിൽ മറ്റു വല്ല മാർഗങ്ങളില്ല. ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ള കാലത്ത് എന്തിനാണ് ഇത്തരം ഈ പണ്ട് പ്രാകൃതമായ രീതികൾ? അതിന്റെ ആവശ്യമുണ്ടോ തോന്നില്ല സാറേ. നമ്മള് പല കാര്യത്തിലും പ്രബുദ്ധരാണെന്ന് പറയും. എനിക്ക് തോന്നുന്നില്ല കേരളത്തിൽ മാത്രമാണ് ഇപ്പം ന്യൂസൊക്കെ കണ്ടപ്പോ ദേശീയ പണിമുടക്കെന്ന് പറയാതെ കേരള പണിമുടക്കെന്ന് പറയുന്നതാണ് നല്ലത്, കൂടുതൽ നല്ലത്. അതാണ് ഇപ്പൊ ഇവിടെ കണ്ടുവരുന്ന സ്ഥിതി കേരളത്തില്. ഇത് എല്ലാവർക്കും താല്പര്യം ഉണ്ടായിട്ടല്ല, ഇതിന്റെ ഒരു ഭാഗമാക്കായി മാറുന്ന ഒരു രീതിയാണ് ഇപ്പൊ കേരളത്തിൽ പൊതുവെ കണ്ടുവരുന്നത്. ശരി, ശ്രീ പ്രമോദ് ഇത് പറയുമ്പോൾ തന്നെയും ഏത് കാലത്ത് വരുമ്പോഴും സോഷ്യൽ മീഡിയ ഒക്കെ ഉണ്ടെങ്കിലും പണിമുടക്കി ചില അവകാശങ്ങളൊക്കെ നേടാൻ ചിലപ്പോൾ ചില ഘട്ടങ്ങളിൽ തൊഴിലാളി സംഘടനകൾക്ക് പണിമുടക്കേണ്ടി വരും. അത് ശരിയാണോ തെറ്റാണോ, അല്ലെങ്കിൽ പണിമുടക്കുന്നതിൻ്റെ ആവശ്യം ന്യായമാണോ അന്യായമാണോ എന്നൊക്കെ ചിന്തിക്കേണ്ടത് അവരാണ്. ഓരോരുത്തരും അതിനെ ഓരോ രീതിയിലാണ് കാണുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.